വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസും ലാലേട്ടനും ചേർന്ന് കണ്ടസ്റ്റൻറ്റുകൾക്ക് തന്നെ ഒരു വലിയ പണി കൊടുത്ത ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ബിഗ് ബോസ് വീട്ടിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുമ്പോൾ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാവുക? പറഞ്ഞതുപോലെ കേൾക്കുമോ അതോ കേട്ടതുപോലെ പറയുമോ? ഒടുവിൽ പുറത്തു വരുന്നത് എന്താകുമെന്നും അറിയില്ല. ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾ പരസ്പരം പറഞ്ഞു പോകുന്ന ഒരു കഥയുടെ രസകരമായ ടാസ്ക് ആണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് ലാലേട്ടൻ. ലക്ഷ്മിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ലക്ഷ്മി ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകൂ, ബിഗ് ബോസ് വിളിക്കുന്നുണ്ട്. ലക്ഷ്മിയെ ബിഗ് ബോസ് വിളിച്ചിട്ട് പറഞ്ഞു ഇതൊരു ടാസ്ക്കാണ്. അപ്പം ലക്ഷ്മി ആ പേപ്പർ എടുത്തിട്ട് ചോദിക്കുന്നു, വായിച്ചോട്ടെ? ബിഗ് ബോസ് പറയുന്നുണ്ട്, വായിക്കൂ, അതൊരു കഥയാണ്, കൃത്യമായി വായിച്ച് മനസ്സിലാക്കൂ. ചന്ദ്രവല്ലി എന്ന് പറയുന്ന പൂക്കച്ചവടക്കാരി അങ്ങനെ തുടങ്ങുന്ന ഒരു കഥയാണ് ലക്ഷ്മി വായിച്ചത്. ലക്ഷ്മി വായിച്ചു കഴിഞ്ഞിട്ട് അടുത്തത് അനുമോൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. അനുമോൾ ആ കഥയുടെ അവിടെ ഇവിടെയൊക്കെ വിട്ടുപോയിട്ട് ബാക്കി അക്ബറിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അനുമോൾ പറഞ്ഞു കൊടുത്ത കഥയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വിട്ടുപോയിട്ട് ബാക്കി കഥ അക്ബർ കേട്ടിട്ട് നൂറയോട് പറഞ്ഞു കൊടുക്കുകയാണ്. നൂറ ആ പറഞ്ഞതിനകത്ത് നിന്ന് കുറച്ച് ഭാഗങ്ങൾ വിട്ടു പോകുന്നുണ്ട്, കേട്ടതിൽ നിന്നും കുറച്ച് വിട്ടതിൻ്റെ ബാക്കി രന ഫാത്തിമയോട് പറഞ്ഞു കൊടുക്കുകയാണ്. രന കേട്ടതിൽ നിന്നും കുറച്ച് മൊത്തം കയ്യിൽ നിന്ന് പോയി, എന്നിട്ടും അത് നമ്മുടെ ബിന്നിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബിന്നി അത് ഒനിലിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒനിൽ കേട്ട കഥയിൽ നിന്നും കുറച്ച് ഭാഗങ്ങളൊക്കെ വിട്ടുപോയിരുന്നു, എന്നിട്ടും ഒനിൽ അത് നമ്മുടെ പ്രവീണിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രവീൺ വന്നിട്ട് കേട്ട കഥയുടെ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ അനീഷിനോട് പറയുന്നുണ്ട്. അനീഷ് അത് ഷാനവാസിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഷാനവാസ് പറഞ്ഞ് ഇത്രയും കേട്ടിട്ടുണ്ടെന്ന് നിവിന് ഭയങ്കരമായിട്ട് ടെൻഷനിലായി. ഷാനവാസ് എന്തൊക്കെയായി പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞ് നിവിൻ അങ്ങ് ആകെ ടെൻഷനിലായി. ആ കഥയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നിവിൻ അറിയൂ, അത് നിവിൻ നമ്മുടെ ജിസേലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ജിസേൽ കേട്ട പാതി കേൾക്കാത്ത പാതി കുറച്ച് കയ്യിൽ നിന്നും കൂടി ഇട്ടിട്ട് അത് ഡയറക്റ്റ് അങ്ങ് ആര്യന് പറഞ്ഞു കൊടുക്കുവാണ്. ജിസേൽ കഥ പറയുമ്പോൾ ആര്യൻ എടുത്ത് ചോദിക്കുന്നുണ്ട്, ജിസേൽ എന്തൊക്കെയാണ് ഈ പറയുന്നത്, എന്തോ സ്റ്റോറിയാണ് ഇത്? ജിസേൽ പറഞ്ഞ് എനിക്കറിയത്തില്ല, നിവിൻ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞു തന്നെന്ന് പറയുന്നുണ്ട്. ജിസേൽ പറഞ്ഞ കഥ വെച്ചിട്ട് ആര്യൻ ഒരു കഥ ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ ആദിലയോട് പറയുകയാണ്. ആദിലയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അവസാനം വരുമ്പോഴത്തേന് കഥയേ ഇല്ല, ഒന്നുമില്ല, ഒന്നും പറയുന്നേ ഇല്ല, രണ്ട് വ്യക്തികളുടെ പേരുകൾ മാത്രം ആയി. അങ്ങനായി ആ കഥ. ആര്യൻ പറഞ്ഞത് വെച്ചുള്ള ആ കഥ ആദില നമ്മുടെ മസ്താനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മസ്താനിക്ക് ആ കഥയുടെ ആദ്യവും അവസാനവും മാത്രമാണ് മസ്താനിയുടെ അടുത്തെത്തിയപ്പോഴത്തേന് ഉള്ളത്. അത് മസ്താനി അഭിലാഷിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. കഥയുടെ അവസാന ഭാഗവും ആദ്യവും മാത്രം കേട്ട അഭിലാഷ് അത് നമ്മുടെ സാബുമാനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സാബുമാൻ ആ കേട്ട കഥ നമ്മുടെ അവസാനമായി ജിഷിനോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തിരിച്ചു വന്ന ജിഷിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ആ കഥ എന്തായിരുന്നു? അപ്പം ജിഷിൻ പറയുന്നു, ത്രയംബകേനു പെണ്ണുപിള്ളയ്ക്ക് ഒരു കുട്ടിയുണ്ടായി, അത് ചത്തുപോയി. ലാലേട്ടൻ ലക്ഷ്മിയോടായി ചോദിക്കുന്നുണ്ട്, ലക്ഷ്മി നിങ്ങൾ ഇതാണോ കേട്ട കഥ? അപ്പം ലക്ഷ്മി പറയുന്നു, അല്ല. ലാലേട്ടൻ ജിഷിനോട് പറയുന്നുണ്ട്, ആ കഥയൊന്ന് വായിക്കുമ്പോന് ഒരു കഥ എങ്ങനെയാണ് ട്രാവലിംഗ് ചെയ്ത് ഇവിടെ വരെ എത്തിയെന്നുള്ളതൊന്നും നമുക്ക് കാണാമെന്ന്. കഥയിൽ നിന്ന് എന്താ മനസ്സിലാക്കിയെന്നുള്ളത് അനുമോളടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പം അനുമോൾ പറയുന്നുണ്ട്, നമ്മൾ ഒരാളടുത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ കേട്ട കണക്ക് തന്നെ ആയിരിക്കത്തില്ല മറ്റൊരാളോട് പോയി പറയുന്നത്. ആ കേൾക്കുന്ന ആളും അയാളുടെ അടുത്ത ആളോട് പറയുമ്പം എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്നിലൂടെ പറയും. പിന്നെ അങ്ങനെ ഓരോരുത്തരിലേക്കും എത്തുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു രീതി മാറും. അത് ശരിയല്ലെന്നാണ് അനുമോൾ പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, എന്തായാലും അനുമോൾ ഇരിക്കും. യാത്രക്കിടയിൽ ഒരു കുട്ടി ഉണ്ടാക്കിയതിന് നെവിന് സ്പെഷ്യൽ താങ്ക്സ് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്.